ഞാൻ എന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് ഗൗതം എന്നാണ്. ഞാൻ ട്രിവാൻഡ്രത്ത് ഒരു കോളേജിൽ ലെക്ചറാണ്. ഞാനും എൻ്റെ കുറച്ച് ഫ്രണ്ട്സും കൂടിയാണ് ഈ ഒരു ഓർഗനൈസേഷൻ 2 ഇയേഴ്സ് മുമ്പ് സ്റ്റാർട്ട് ചെയ്തത്. നമ്മുടെ ഓർഗനൈസേഷൻ്റെ പേര് സെമി കോളൻ എന്നാണ്. ആൾസോ നമ്മൾ CET 2022 പാസ് ഔട്ട്സിൻ്റെ ഒരു ബാച്ചാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തതാണ് ഈ സെമി കോളൻ എന്ന് പറയുന്ന ഓർഗനൈസേഷൻ. നമ്മൾ കംപ്ലീറ്റ്ലി ഫോക്കസ് ചെയ്തിരിക്കുന്നത് MC എൻട്രൻസിൻ്റെ കോച്ചിങ് ആണ്. നമ്മൾ 2023 എൻട്രൻസ് കോച്ചിങ് സ്റ്റാർട്ട് ചെയ്തു. ആ ഇയർ തൊട്ട് നമുക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് റിസൾട്ട്സ് കിട്ടുന്നുണ്ടായിരുന്നു. ഫസ്റ്റ് ഇയർ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ഫസ്റ്റ് ഇയറിൽ ആദ്യത്തെ ടോപ്പ് 2-ൽ ടോപ്പ് 10-ൽ 2 റാങ്ക് ഉണ്ടായിരുന്നു. നെക്സ്റ്റ് ഇയറിൽ ടോപ്പ് 10-ൽ 6 റാങ്ക്സും, ലാസ്റ്റ് ഇയർ എന്ന് വെച്ചാൽ തേർഡ് ഇയർ നമുക്ക് 4 റാങ്ക്സും ഉണ്ടായിരുന്നു. ടോപ്പ് 10-ൽ 4 റാങ്ക്സ് ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് പോസ്റ്റർ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. റാങ്കുകളിൽ ടോപ്പ് 10 മാത്രമല്ല, കൺസിസ്റ്റന്റ് ആയിട്ട് ആദ്യത്തെ 50-ൽ ഓൾമോസ്റ്റ് 20+ റാങ്ക്സ് നമ്മൾ സെമി കോളൻ നിന്നായിരുന്നു എല്ലാ ഇയറും ഓൾമോസ്റ്റ്. അപ്പം ഇതായിരുന്നു നമ്മളെ ഓറിയന്റേഷന്റെ പോസ്റ്റ് നിങ്ങൾ കണ്ടായിരുന്നു. അപ്പൊ ലാസ്റ്റ് ഇയറിൽ നമുക്ക് ടോപ്പ് 10-ൽ ഒരു 4 റാങ്ക്സോളം ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഓറിയന്റേഷനിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ആദ്യം എന്താണ് MCA എന്ന് ആൾറെഡി അറിയായിരിക്കും. നിങ്ങൾ ഒന്നെങ്കിൽ BCA പഠിച്ചവരായിരിക്കും, അല്ലെങ്കിൽ BSc കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചതായിരിക്കും, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലായിട്ടുള്ള ഏതെങ്കിലും കോഴ്സ് പഠിച്ച ഒരാളായിരിക്കും, അല്ലെങ്കിൽ ഒരു കരിയർ ചേഞ്ചിന് വേണ്ടി വേറെ ഏതെങ്കിലും ഡിഗ്രി പഠിച്ചിട്ട് ഇപ്പോൾ MCAയിലേക്ക് സ്വിച്ച് ചെയ്യാൻ താല്പര്യപ്പെടുന്ന ഒരാളായിരിക്കും. ആർക്കും എഴുതാൻ പറ്റുന്ന ഒരു എൻട്രൻസ് ആണ് LBS കണ്ടക്ട് ചെയ്യുന്ന കോമൺ എൻട്രൻസ്. കോമൺ എൻട്രൻസ് എന്ന് പറയുമ്പോൾ ഇവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റീസ് എന്ന് പറയുന്നത് KTU, കേരള യൂണിവേഴ്സിറ്റി, KTUവിന്റെ കോളേജുകളാണ് കൂടുതലുള്ളത്. പിന്നെ കേരള യൂണിവേഴ്സിറ്റി, MG, കണ്ണൂർ, ഇത്രയും യൂണിവേഴ്സിറ്റികളാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു എൻട്രൻസിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ യൂണിവേഴ്സിറ്റികളിൽ നിങ്ങൾക്ക് അഡ്മിഷൻ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ LBS എൻട്രൻസ് ആണ് എഴുതേണ്ടത്. ഇതിന്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് ഞാൻ ആൾറെഡി പറഞ്ഞു. നിങ്ങൾ ഏത് സ്ട്രീമിൽ നിന്നും ആയിക്കോട്ടെ, നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുകയോ BSc കമ്പ്യൂട്ടർ സയൻസോ BCO ഏത് സ്ട്രീമിൽ നിന്നോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നോൺ കമ്പ്യൂട്ടർ സയൻസ് സ്ട്രീംസ് ആയാലും മാത്സോ കെമിസ്ട്രിയോ BA ഇംഗ്ലീഷ് ആയാൽ പോലും നിങ്ങൾ മാത്സ് പഠിക്കണമെന്ന് നിർബന്ധമില്ല, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ പഠിക്കണമെന്ന് എന്തല്ല നിർബന്ധമില്ല. 2-3 വർഷം മുമ്പ് മാത്സ് കമ്പൽസറി ആയിരുന്നു ഈ എൻട്രൻസ് എഴുതാൻ. ഇപ്പോൾ അതെന്ത് ചെയ്യുന്നു, ഒരു റിമൂവ് ചെയ്തു. 2 ഇയർ ആയിട്ട് എന്ത് ചെയ്തു, അങ്ങനെ ഒരു കമ്പൽസറി ഇല്ല. നിങ്ങൾക്ക് ഏത് സ്ട്രീമുകാർക്ക് എന്ത് ചെയ്യാം, പഠിക്കുന്നുണ്ട്. ഏത് സ്ട്രീമുകാർക്ക് നിങ്ങൾക്ക് BA ആയാലും BA ഇംഗ്ലീഷ് ആയാലും BVOC ആയാലും ഏത് ലെവൽ ആയാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പഠിക്കാം. പ്രിഫറബിളി വിത്ത് മാത്സ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾക്ക് ഈ കമ്പൽസറി ആയിട്ട് മാത്സ് പഠിക്കണമെന്ന് നിർബന്ധം ഇല്ല. ഇനി നിങ്ങൾ മാത്സ് പഠിക്കാത്ത ഒരാളാണെങ്കിൽ യൂണിവേഴ്സിറ്റി, നിങ്ങൾ ജോയിൻ ചെയ്യുന്ന യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് ഒരു ബ്രിഡ്ജ് കോഴ്സ് ഫ്രെയിം ചെയ്ത് തരും. നിങ്ങൾ മാത്സോ കമ്പ്യൂട്ടറോ പഠിക്കാത്ത ആളാണെങ്കിൽ ഫസ്റ്റ് ഇയർ നിങ്ങൾ ക്ലാസ്സിന് കയറുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ക്ലാസ്സിന് പാരലായിട്ട് ഒരു ബ്രിഡ്ജ് കോഴ്സ് നിങ്ങൾക്ക് ഫ്രെയിം ചെയ്ത് വരും. നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസ് പഠിക്കാത്ത മാത്സ് പഠിക്കാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഒരു ബ്രിഡ്ജ് കോഴ്സ് അവർ എന്ത് ചെയ്ത് തരും, ഫ്രെയിം ചെയ്ത് തരും. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തില്ല, ഒരു ബാരിയർ ഇല്ല. നിങ്ങൾ ഏത് സ്ട്രീം ആയാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു MCA അഡ്മിഷൻ അല്ലെങ്കിൽ എക്സാം എഴുതി അഡ്മിഷൻ എടുക്കാം. ഇനി നിങ്ങൾ എന്തുകൊണ്ട് MCA, വേറെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. കമ്പ്യൂട്ടർ ഫീൽഡിലേക്ക് പോകാനാണെങ്കിൽ MSc ഉണ്ട്, വേറെ ഒരുപാട് ഓപ്ഷൻസ് നിങ്ങൾക്കുണ്ട്. എന്തിന് നിങ്ങൾ MCA എടുക്കുന്നു എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഫസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്ന ഒരു പ്രൊഫഷണൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ആണ്. ഇത് എഞ്ചിനീയറിംഗ് കോളേജ്, എഞ്ചിനീയറിംഗ് സ്ട്രീമുകളിൽ വരുന്നതുകൊണ്ട് എഞ്ചിനീയറിംഗ് കോളേജുകളിലേക്ക് ഒരു എക്സ്പോഷർ നിങ്ങൾക്ക് കിട്ടും. നിങ്ങളിപ്പോൾ ആൾറെഡി പഠിക്കുന്ന ഒരു ഡിഗ്രി ഒരു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഒരു എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് കയറാൻ ഒരു ഗേറ്റ് വേ ആണ് എന്ത്, MCA. അത് മാത്രമല്ല നിങ്ങൾക്ക് ഒരു പ്രൊഫഷണൽ പോസ്റ്റ് ഗ്രാജുവേഷനും കിട്ടും. കമ്പയർ ടു അതർ പോസ്റ്റ് ഗ്രാജുവേഷൻ, നിങ്ങൾ വേറെ പോസ്റ്റ് ഗ്രാജുവേഷൻ എടുക്കുകയാണെങ്കിലും നിങ്ങൾക്ക് എന്ത് കിട്ടും, ഇവിടെ MCA എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ്, ഒരു പ്രൊഫഷണൽ പോസ്റ്റ് ഗ്രാജുവേഷൻ കിട്ടും. ലൈക്ക് BTech നിങ്ങൾക്ക് ഒരു പ്രൊഫഷണൽ പോസ്റ്റ് ഗ്രാജുവേഷൻ കിട്ടും. BTech ഗ്രാജുവേഷൻ ആണ്, MCA വരുമ്പോൾ പ്രൊഫഷണൽ ആയിട്ടുള്ള പോസ്റ്റ് ഗ്രാജുവേഷൻ. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഇല്ലല്ലോ, കണ്ടിന്യൂ ചെയ്യണേ. അപ്പൊ നിങ്ങൾക്ക് അത് മാത്രമല്ല, നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് കോളേജുകളിൽ കിട്ടിയാൽ നിങ്ങൾക്ക് ഒരു വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഹൈ എമൗണ്ട് ഓഫ് പ്ലേസ്മെന്റ്സ് ആണ്. നിങ്ങൾക്ക് നല്ല എമൗണ്ട് ഓഫ് പ്ലേസ്മെന്റ്സ്, നിങ്ങൾ ഫൈനൽ ഇയർ ആകുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് നല്ല പ്ലേസ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് നല്ല ഗവൺമെന്റ് എയ്ഡഡ് കോളേജുകളിൽ, ടോപ്പ് കോളേജുകളിൽ എപ്പോഴും എന്ത് ചെയ്യും, നല്ല എമൗണ്ട് ഓഫ് പ്ലേസ്മെന്റ്സ് കിട്ടും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ചിലവർക്ക് ഇപ്പം വേറെ ഏതെങ്കിലും സ്ട്രീം പഠിച്ചിട്ട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒന്നും ഇല്ലാതെ MCAയിലേക്ക് സ്വിച്ച് ചെയ്യാൻ താല്പര്യപ്പെടുന്നവരാണെങ്കിൽ അവർക്കും ഇതൊരു നല്ല പാത്ത് വേ ആണ്. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ നല്ലൊരു ഓർഗനൈസേഷനിൽ, അതിപ്പം TCS ആവാം, ഇൻഫോസിസ് ആവാം, ഏത് ഓർഗനൈസേഷനായാലും നല്ലൊരു കോളേജ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഈ കമ്പനികളെല്ലാം നിങ്ങൾക്ക് അവിടെ പ്ലേസ്മെന്റ് അല്ലെങ്കിൽ റിക്രൂട്ട്മെന്റിന് വരും. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കമ്പയർ ടു ഒരു ഓപ്പൺ, നിങ്ങൾ ഓഫ് ക്യാമ്പസിൽ പോകുന്നതിനെക്കാട്ടി എപ്പോഴും ഈസിയാണ് എന്ത്, ഓൺ ക്യാമ്പസ് പ്ലേസ്മെന്റ്സ് കിട്ടാൻ. ഇനി എപ്പോഴാണ് ഇതിന്റെ ആപ്ലിക്കേഷൻ, ഒരുപാട് പേര് ചോദിക്കുന്ന ഔട്ടാണ്, എപ്പോഴാണ് ഇതിന്റെ ആപ്ലിക്കേഷൻ ആൾറെഡി വന്നു? ഇല്ല, നിങ്ങൾക്ക് നോർമലി ഇത് വരാറുള്ളത്, നിങ്ങൾ എല്ലാവരെയും നോർമലി എല്ലാ യൂണിവേഴ്സിറ്റികളും, ഇപ്പൊ ഈ പറഞ്ഞ കണ്ണൂർ, MG,
കേരള യൂണിവേഴ്സിറ്റികളുടെ എല്ലാം ഫൈനൽ ഇയർ എക്സാം കഴിഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ ഫൈനൽ ഇയർ എക്സാം ലാസ്റ്റ് സ്റ്റേജിലാണ് എന്ത് ചെയ്യുന്നത്, ഇതിന്റെ ആപ്ലിക്കേഷൻ വിളിക്കുന്നത്. നോർമലി അവര് എക്സാം പറഞ്ഞാൽ നമ്മൾ എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ, നിങ്ങൾ ഫൈനൽ ഇയർ എക്സാം കഴിയുന്ന ഒരു പോയിന്റിലാണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു എക്സാം നോട്ടിഫിക്കേഷൻ വരുന്നത്. ആ നോട്ടിഫിക്കേഷൻ നിങ്ങളിപ്പോൾ ഒരു ഗ്രൂപ്പിലുണ്ടെങ്കിൽ ആ ഗ്രൂപ്പിൽ എന്തായാലും നമ്മൾ എന്ത് ചെയ്യും, ആ ടൈമിൽ അത് ഫേസ് ചെയ്യും. നമുക്ക് ഇത് വരുന്നത് ഫിസിക്കൽ അല്ലെങ്കിൽ റിട്ടേൺ എക്സാം അല്ല, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ എക്സാം ആണ്. OMR ക്വസ്റ്റ്യൻ എന്ന് പറയും, OMR മാർക്കിംഗ് ആണ് വരുന്നത്. ഓൺലൈൻ ടെസ്റ്റ് അല്ല, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് CBT അല്ല, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് അല്ല, റിട്ടൺ OMR ടെക്സ്റ്റ് ആണ്. മൾട്ടിപ്പിൾ ചോയ്സ് OMR ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. നിങ്ങൾക്ക് സെന്റേഴ്സ് വരുന്നത് ട്രിവാൻഡ്രം, എറണാകുളം, കോഴിക്കോട്. അപ്പൊ നിങ്ങൾ ഏത് ജില്ലയിലായാലും നിങ്ങൾക്ക് ഈ 3 സെൻട്രൽ ഏതെങ്കിലും ഒന്ന് എന്ത് ചെയ്യാം, ചൂസ് ചെയ്യാം. ഫീസുകളൊക്കെ ഞാൻ ആൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ എക്സാം നോർമലി വരാറുള്ളത് ജൂൺ 2nd വീക്കാണ്. ലാസ്റ്റ് ഇയർ ജൂൺ 29-ലായിരുന്നു എന്ത് ചെയ്ത് എക്സാം നടത്തിയത്, 29/6/2025. അതിന് മുമ്പത്തെ ഇയറിൽ 2nd ജൂലൈയിലാണ് നടത്തിയത്. ഓരോ ചെറിയ ചെറിയ വ്യത്യാസം വരും, ചിലപ്പോൾ നേരത്തെ വരാം. ഇതിപ്പോ ഒരു മിഡ് റേഞ്ച് ആയിരുന്നു. ചിലപ്പോൾ അവർ പറയുന്ന ഡേറ്റ് എന്ന് പറയുന്നത് ജൂൺ 2nd വീക്കാണ്. അതൊരു 3rd വീക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് വരികയാണെങ്കിൽ അത് ജൂലൈയിലേക്ക് മാറാനുള്ള ചാൻസ് ഉണ്ട്. എപ്പോഴും കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു ജൂൺ 2nd വീക്ക് ആ റേഞ്ചിലാണ് വരുന്നത്. ഓരോ ഇയറിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരും. അത് ജൂണിൽ തന്നെ മോസ്റ്റ് പ്രോബബ്ലി എക്സാം നടത്തുക. അതിന്റെ മുമ്പത്തെ വർഷം കുറച്ച് അവരെ സെർവറിന്റെ ഇഷ്യൂസ് ഒക്കെ ആയിട്ടാണ് ഈ 2nd ജൂലൈയിലേക്ക് മാറിയത്. നമുക്ക് ജൂണിൽ തന്നെ എന്ത് ചെയ്യാം, എക്സാം എക്സ്പെക്ട് ചെയ്യാം. ഇനി ഇത് നിങ്ങളൊരു ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ട കുറച്ച് ഡോക്യുമെന്റ്സിന്റെ കാര്യമാണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ SLC ഫൈനൽ ഇയറിന്റെ ഹോൾ ടിക്കറ്റ്, നിങ്ങൾ പാസ് ഔട്ട് ആണെങ്കിൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിക്കാണ്, അത് അപ്ലോഡ് ചെയ്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ ഫൈനൽ ഇയറിൽ എക്സാം എഴുതുന്ന ഹോൾ ടിക്കറ്റ് വേണം. പിന്നെ സർട്ടിഫിക്കറ്റ്സ്, നോൺ ക്രീമി ലെയർ, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, അങ്ങനത്തെ റിസർവേഷനോ ഇൻകം സർട്ടിഫിക്കറ്റ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ആപ്ലിക്കേഷൻ സമയത്ത് നിങ്ങൾ ബോധർ ചെയ്താൽ മതി. ആ സമയത്ത് ഈ സർട്ടിഫിക്കറ്റ്സ് എല്ലാം ആ ടൈമിൽ ഒരു 1 ഇയർ ഗ്യാപ്പിലുള്ള ഡോക്യുമെന്റ്സ് ആണ് ഇതെല്ലാം വേണ്ടത്. അത് ഓരോ ഡോക്യുമെന്റ്സിനും അതിന് ടൈം പീരീഡ് ഉണ്ട്, അത് മെൻഷൻ ചെയ്യും. നമ്മൾ സർട്ടിഫിക്കറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇൻകം സർട്ടിഫിക്കറ്റ്, കാസ്റ്റ്, അതിനൊക്കെ ഇപ്പം നോൺ ക്രീമി ലെയർ ആണെങ്കിൽ അതിന്റെ വാലിഡിറ്റി 1 ഇയർ ആയിരിക്കും. ആ ഒരു ടൈം പീരീഡിനകത്തുള്ള സർട്ടിഫിക്കറ്റ്സ് വേണം അപ്ലോഡ് ചെയ്യാൻ, ഇല്ലെങ്കിൽ അവർ റിജക്ട് ചെയ്യും, നിങ്ങൾ ആ ക്ലെയിം പോയി കിട്ടും. അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾ ആ പ്രോസ്പെക്ടസിൽ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിരിക്കും. എപ്പോഴും ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഇനി മെയിൻ ആയിട്ട് നമ്മുടെ കാര്യം ഈ എക്സാം പാറ്റേൺ ആണ്. എങ്ങനെയാണ് ഈ എക്സാമിന്റെ പാറ്റേൺ എങ്ങനെയാണ്? നമുക്ക് മൊത്തം 120 മാർക്കിനാണ് എക്സാം. 120 മാർക്സ്, 120 ക്വസ്റ്റ്യൻസ് ആണ് എന്ത് ചെയ്യുന്നത്, എക്സാമിന് വരുന്നത്. ഓരോ ക്വസ്റ്റിനും ഓരോ മാർക്കാണ്. മെയിൻ അഡ്വാൻറ്റേജ്, നിങ്ങൾ വേറെ ഏത് എൻട്രൻസ് എടുത്താലും മെജോറിറ്റി ഓഫ് ദി എൻട്രൻസിന് നെഗറ്റീവ് മാർക്കുണ്ട്. LBS കണ്ടക്ട് ചെയ്യുന്ന ഒരു എൻട്രൻസ് എക്സാം, ഇത് മാത്രമല്ല വേറെ നമ്മുടെ ലാറ്ററൽ എൻട്രി ടെസ്റ്റ്, അങ്ങനെ കുറെ എക്സാമ്പിളുണ്ട്. അതിലൊന്നും അവരെന്ത് ചെയ്തിട്ട് നെഗറ്റീവ് ഇതുവരെയായിട്ടും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് നെഗറ്റീവ് എന്നുള്ള ഇഷ്യൂ ഇല്ല. അപ്പൊ അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കറക്കി കുത്താം. അപ്പൊ 120 മാർക്ക്, 120 ക്വസ്റ്റ്യൻ. പിന്നെ ഈ എൻട്രൻസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ കമ്പ്യൂട്ടറിന് വെയിറ്റേജ് ഉണ്ട്. 50 മാർക്കോളം കമ്പ്യൂട്ടറാണ്. ഇപ്പൊ നിങ്ങൾ വേറൊരു എൻട്രൻസ് എടുക്കുകയാണെങ്കിൽ നിംസാറ്റോ, ക്യുസാറ്റോ, അങ്ങനെ ഏത് എൻട്രൻസ് എടുത്താലും അവിടെ വെയിറ്റേജ് മാത്സിനാണ് കൂടുതൽ വരുന്നത്. അത് മാത്രമല്ല അവിടെ കൂടുതലും മാത്സ് ഡിഗ്രി ലെവൽ ടോപ്പിക്സും ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഇപ്പൊ ക്യുസാറ്റൊക്കെ ആണെങ്കിൽ ഡിഗ്രി ലെവൽ ടോപ്പിക്സ് ആണ് അവർ ചോദിക്കുന്നത്. ഈ ഒരു LBSൽ നിങ്ങൾക്ക് അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചാൽ 50 പകുതി മാർക്കോളം, ഏകദേശം പകുതി മാർക്ക് കമ്പ്യൂട്ടറിൽ നിന്ന് കിട്ടും. അത് കമ്പ്യൂട്ടറിന്റെ വെറും ബേസിക് ടോപ്പിക്സ് ആണ്. ബേസിക് എന്ന് പറയുമ്പോൾ കമ്പ്യൂട്ടർ പഠിച്ച ഒരാൾക്ക് കമ്പാരിറ്റീവ്ലി ഈസി ആയിരിക്കും ഒരു ടോപ്പിക്ക് പഠിക്കാൻ. അത് ബേസിക് ടോപ്പിക്കുകളാണ് നോർമലി എന്ന് ഈ ഒരു കമ്പ്യൂട്ടർ സയൻസിൽ നിന്ന് വരുന്നത്. ബേസിക് ഒരു മീഡിയം ലെവൽ, ഒരു ബേസിക് ടു മീഡിയം ലെവൽ ടോപ്പിക്സ് ആണ് എന്ത് ചെയ്യുന്നത് ഈ കമ്പ്യൂട്ടറിൽ നിന്ന് ചോദിച്ചു കണ്ടിട്ടുള്ളത്. 50 മാർക്കിനാണ് എന്ത് ചെയ്യുന്നത് കമ്പ്യൂട്ടറിന്റെ വെയിറ്റേജ്. ഇനി നിങ്ങൾക്ക് അടുത്ത വരുന്നത് കമ്പ്യൂട്ടർ സയൻസ് നോർമലി പാടായിട്ടും അവർക്ക് മറന്നുപോയെന്നും ലെവലായിട്ട് വരുന്ന ഒരു ഏരിയയാണ് എന്ത്, മാത്സ് സ്റ്റാറ്റ്. ഇതിന് ഏകദേശം 25 മാർക്കാണ്. ഇത് +2 ലെവൽ ടോപ്പിക് ആണ് വരുന്നത്. +2 ലെവൽ എന്ന് പറഞ്ഞാൽ വെറും ബേസിക് ക്വസ്റ്റ്യൻസ് അല്ല വരുന്നത്. +2-ലെ ഒരു മീഡിയം ടു ഹാർഡ് ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ച് കണ്ടുവരുന്നവരോട്. എപ്പോഴും എല്ലാവർക്കും പാടായിട്ട് വരുന്നത് ഈ ഒരു ഏരിയയാണ്, മാത്സും സ്റ്റാറ്റും. എപ്പോഴും കമ്പ്യൂട്ടർ പഠിക്കുന്ന ആൾക്കാർക്ക് ഒരു പേടിയായിട്ടുള്ള ഒരു സബ്ജക്റ്റും കൂടെയാണ് എന്ത് ഈ മാത്സും സ്റ്റാറ്റും. അതിന്റെ കൂടെ ഒരു കുറച്ച് ടഫ്നെസ് ഈ ഒരു എക്സാമിൽ നിങ്ങൾക്ക് മാത്സ് സ്റ്റാറ്റിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് വരുന്നത് ഒരു 25 മാർക്കോളം QA ആണ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റ്യൂഡ് ആണ്. ക്വാണ്ടിറ്റേറ്റീവ് ലോജിക്കൽ എബിലിറ്റി, നമ്മുടെ ലോജിക്കൽ റീസണിങ് ക്വസ്റ്റ്യൻസ്, സീറ്റിംഗ് അറേഞ്ച്മെന്റ്, ടൈം ആൻഡ് വർക്ക്, സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസ്, അങ്ങനത്തെ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് ഇതുവരെ ചോദിച്ചു കണ്ടിട്ടുള്ളത്. പ്രീവിയസ് ആയിട്ടുള്ള എല്ലാ വർഷങ്ങളിലും ചോദിച്ചു കണ്ടിട്ടുള്ളത്. പിന്നെ നിങ്ങൾക്ക് 15 മാർക്കിലോളം ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇംഗ്ലീഷിൽ കോംപ്രിക്കേഷൻ ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഗ്രാമർ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒരു PSC ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് ഈ 3-നും 4-നും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. PSC ഒരു +2 ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റ്യൂഡ് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഇതിൽ കാണാറുള്ളൂ. നെക്സ്റ്റ് ജനറൽ നോളജ്. ജനറൽ നോളജിൽ
ജനറൽ നോളജിൽ നമുക്ക് കറണ്ട് അഫയേഴ്സ് ആണ്. കറണ്ട് അഫയേഴ്സ് എന്ന് പറയുമെങ്കിൽ അവർ ജനറൽ നോളജിനുള്ള ക്വസ്റ്റ്യൻസ് നോർമലി ചോദിച്ച് കാണാറുണ്ട്. പക്ഷെ 5 മാർക്കേ ഉള്ളൂ. കറണ്ട് അഫയേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ചോദിച്ച് കറണ്ട് അഫയേഴ്സ് ആണ് മെയിൻലി അവർ സിലബസിൽ പറയുന്നത്. കറണ്ട് അഫയേഴ്സ് ആണ് ചോദിക്കുന്നത്. ഒരു ക്വസ്റ്റ്യൻ വല്ലതും ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുണ്ട്, ചിലപ്പോഴൊക്കെ ഒന്നോ രണ്ടോ ഒക്കെ വരാറുണ്ട്. നോർമലി കറണ്ട് അഫയേഴ്സ് ആണ് ചോദിച്ച് കാണാറുള്ളത്. ഇതിൽ നമ്മളിവിടെ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നു ഈ 5 ടോപ്പിക്കുകൾക്ക് നമുക്ക് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നു. ഈവൻ കറണ്ട് അഫയേഴ്സിന് വരെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മാത്സും സ്റ്റാറ്റും കമ്പ്യൂട്ടറും QAയും ഇംഗ്ലീഷും എല്ലാത്തിനും സ്പെഷ്യൽ ആയിട്ട് ഓരോ ടോപ്പിക്കുകൾ ബേസ് ചെയ്ത് എന്തുണ്ട് ക്ലാസ്സുകളും ആ ക്ലാസ്സുകളുടെ ബേസ് ചെയ്തിട്ടുള്ള ടെസ്റ്റുകളും. നമുക്ക് മെയിൻലി നമ്മൾ ഫോക്കസ് ചെയ്യുന്ന എപ്പോഴും ടെസ്റ്റ് ആയിരിക്കും. നമ്മളൊരു ഡിഗ്രി എക്സാം പോലെ അല്ല ഇത്. ഒരു കോമ്പറ്റേറ്റീവ് എക്സാം എഴുതുമ്പോൾ നമ്മൾ എപ്പോഴും നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നതിലാണ് നമുക്ക് എന്ത് ചെയ്യുന്ന സക്സസ് കിട്ടുന്നത്. നമ്മൾ കുറെ ടോപ്പിക്കുകൾ കാണാൻ പഠിച്ച് എക്സാം പോയി എഴുതാന്നത് നമുക്ക് റിസൾട്ട് കിട്ടില്ല. റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എത്രത്തോളം ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. നമ്മൾ ഇവിടെ ഫോക്കസ് ചെയ്യുന്ന എപ്പോഴും ക്വസ്റ്റ്യൻസ് ആണ്. എപ്പോഴും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പോൾ ഒരു ടോപ്പിക്ക് നമുക്ക് കമ്പ്യൂട്ടറിൽ തന്നെ ഒരു ടോപ്പിക്ക് പഠിപ്പിച്ചു കഴിഞ്ഞാൽ ആ ടോപ്പിക്കിന്റെ ഡയറക്റ്റ് ടെസ്റ്റ് ആണ്. അപ്പൊ നിങ്ങൾക്ക് തന്നെ ഇവാലുവേറ്റ് ചെയ്യാം, നിങ്ങൾക്ക് ആ ടോപ്പിക്ക് എത്രത്തോളം അറിയാം അറിയില്ല എന്നുള്ളതിന്റെ ഒരു ലെവൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് ക്ലാരിഫൈ ചെയ്യാം. അല്ലെങ്കിൽ ഏത് ഏരിയയാണ് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. നമ്മൾ ഒരു ടെസ്റ്റ് ചെയ്യാതെ അല്ലെങ്കിൽ നമ്മളൊരു എക്സാം എഴുതാതെ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാം, ഈ എക്സാം പോയി ഫേസ് ചെയ്യുമ്പോൾ അതിന്റെ ഡിഫിക്കൽട്ടി ഫീൽ ചെയ്യും. ഇങ്ങനെയാണ്, ഇതാണ് സിലബസ് പാറ്റേൺ. ഇനി ഓരോന്നിന്റെ ഡീറ്റെയിൽഡ് സിലബസ് നമുക്ക് വരുന്നുണ്ട്. കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിൽ ഞാൻ കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻസ് ഇതിൽ കാണുമെന്ന് വിചാരിക്കുന്നതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. ജസ്റ്റ് കമ്പ്യൂട്ടർ സയൻസുകാർ കാണുകയാണെങ്കിൽ അവർക്ക് സെം 1 സെം 2 ഒരു സെം 3 വരെയുള്ള ടോപ്പിക്സുകൾ മാത്രമേ ഇതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളൂ. അതിൽ മെയിൻ ആയിട്ട് DBMS ഉണ്ട്. DBMS ഇങ്ങനെ പേര് മാത്രം കിടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് വരുന്നതാണ്. മെയിൻലി നമുക്ക് ഡിജിറ്റൽ ഫണ്ടമെന്റൽസിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാനുള്ളത്. ഡിജിറ്റൽ ഫണ്ടമെന്റൽസ് ഈ ഒരു ഏരിയ ഉണ്ടോ, ഈ ഒരു ഏരിയ ഡിജിറ്റൽ ഫണ്ടമെന്റൽസ് എന്ന് പറയുന്ന ഏരിയയാണ്. ഈ ഏരിയയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് നോർമലി കണ്ടുവരാറുള്ളത്. ബാക്കിയൊക്കെ ജനറൽ ആയിട്ടുള്ള കുറച്ച് കമ്പ്യൂട്ടർ ബേസിക്സ് ക്വസ്റ്റ്യനും അതിൽ നിന്ന് ചില ടൈമിൽ കുറച്ച് അഡ്വാൻസ്ഡ് ക്വസ്റ്റ്യൻസും ചോദിച്ച് കാണാറുണ്ട്. പിന്നെ ഇതെല്ലാം കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഇതൊന്നും ഡീറ്റെയിൽ ആയിട്ട് ഇപ്പൊ ഞാൻ പറയുന്നില്ല, നോൺ കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻസിന് ഡിഫിക്കൽട്ടി ആയിട്ട് ഫീൽ ചെയ്യും. ജസ്റ്റ് ഇത്രയും ടോപ്പിക്സുകളുണ്ട്. പക്ഷേ ഇതൊക്കെ വളരെ ഇപ്പം കമ്പ്യൂട്ടർ സയൻസ് പഠിച്ച ഒരാൾക്കാണെങ്കിൽ നിങ്ങൾ ആൾറെഡി കണ്ടുപോയ കുറെ ടോപ്പിക്സുകളാണ്. നിങ്ങൾക്ക് ഇത് റീഫ്രഷ് ചെയ്യുക. ഇത് റീഫ്രഷ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കുന്ന രീതി എന്ന് പറയുന്നത് ഡിഗ്രിക്ക് പഠിച്ച പോലെ പരീക്ഷയ്ക്ക് എഴുതി മാർക്ക് മേടിക്കുക എന്നുള്ളൊരു സെൻസ് അല്ല. കുറെ കണ്ടന്റ് എഴുതി അങ്ങനെയല്ല. നമുക്ക് ടു ദ പ്രിസൈസ് ആയിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ കോമ്പറ്റേറ്റീവ് ലെവൽ ക്വസ്റ്റ്യൻസ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യൂ, ഇതിൽ നിന്ന് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം കമ്പ്യൂട്ടർ കമ്പാരിറ്റീവ്ലി ഈസി ആയിട്ട് ചോദിക്കാറുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, നല്ല ലെവലിൽ ഇതിന്റെ ആൻസേഴ്സ് എഴുതാൻ പറ്റണം. മാത്സ് വരുമ്പോൾ നമുക്ക് വൈകി വരുന്നത് ആൾജിബ്രയും കോർഡിനേറ്റ് ജോമെട്രിയും ട്രിഗ്നോമെട്രിയും പ്രോബബിലിറ്റിയും മെൻസുറേഷനാണ്. മുമ്പേ കാൽക്കുലസ് ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് കളഞ്ഞു. നമുക്ക് ചിലപ്പോൾ ഇനി സിലബസ് മാറ്റം വരെയാണെങ്കിലും ഇതിൽ നിന്ന് കുറയാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഇതിൽ നിന്ന് കൂടാനേ ചാൻസ് ഉള്ളൂ. മിനിമം ഈ കാര്യങ്ങൾ എന്തായാലും എപ്പോഴും കാണാനുള്ള ചാൻസ് ഉണ്ട്. ഇതിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ അവർ 2 വർഷം മുമ്പ് എടുത്ത് കളഞ്ഞായിരുന്നു. ഈ സിലബസ് അവർ റിവൈസ് ചെയ്യുകയാണെങ്കിൽ പോലും ഈ ടോപ്പിക്സ് എന്തായാലും കാണും. ഇതിൽ നിന്ന് കൂടുതൽ വരാനുള്ള ചാൻസേ ഉള്ളൂ. ഇതിൽ എനിക്ക് തോന്നുന്നു എല്ലാ കമ്പ്യൂട്ടർ MCAയുടെ എക്സാമുകളിൽ ഏറ്റവും സിലബസ് കമ്പാരിറ്റീവ്ലി ലൈറ്റ് ആയിട്ടുള്ള മാത്സ് വരുന്നത് LBSന്റെ ആണ്. ഇതിൽ നമുക്ക് +2 ലെവൽ ആൾജിബ്ര വരുന്നുണ്ട്, കോർഡിനേറ്റ് ജോമെട്രി സർക്കിൾ, ഹൈപ്പർബോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. കാരണം ട്രിഗ്നോമെട്രിയിൽ ബേസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, ഹയർ ട്രിഗ്നോമെട്രി കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് പഠിക്കാനില്ല. വളരെ ബേസിക് ആയിട്ടുള്ള ട്രിഗ്നോമെട്രി കാര്യങ്ങളും അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും വരുന്നുള്ളൂ. സ്റ്റാറ്റും പ്രോബബിലിറ്റിയും ഉണ്ട്. അതും ബേസിക് ആയിട്ട് ഒരുപാട് ഹൈ ഒന്നും അല്ല, എന്നാലും നമുക്ക് വർക്ക് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ, ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. പിന്നെ മെൻസുറേഷൻ, നമുക്ക് ഏരിയ, സർക്കംഫറൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പിന്നെ ഇതിനൊക്കെ നിങ്ങൾക്ക് പഠിപ്പിക്കാൻ ഇൻഡിവിജ്വൽ ഇപ്പോൾ ഒരു ടോപ്പിക്ക് പഠിപ്പിക്കും. ആൾജിബ്ര എന്ന് പഠിപ്പിക്കുന്നത് ഒരു സാറായിരിക്കും, കോർഡിനേറ്റ് ജോമെട്രി വേറൊരാളായിരിക്കും ഇവിടെ പഠിപ്പിക്കുന്ന കാര്യമാണ് ഈ പറയുന്നത്, ട്രിഗ്നോമെട്രി പഠിപ്പിക്കുന്ന വേറൊരാളായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരാളല്ല ഈ ഫുൾ ടോപ്പിക്കും പഠിപ്പിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓരോ ടോപ്പിക്കിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവരുമായിട്ട് ക്ലിയർ ചെയ്യാം. അത് മാത്രമല്ല ഡയറക്റ്റ് ആയിട്ട് ഫുൾ സിലബസ് നമുക്ക് പെട്ടെന്ന് കവർ ചെയ്യാൻ പറ്റാറുണ്ട്. ഇനി ആപ്റ്റിറ്റ്യൂഡും GK ആണ്. ആപ്റ്റിറ്റ്യൂഡ് നമ്മൾ മെജോറിറ്റി ഓഫ് ദ ടോപ്പിക്സും എല്ലാ ടോപ്പിക്സ് ഇതുവരെ പഠിപ്പിച്ച് എക്സാമിന് കണ്ടിട്ടുള്ള ഒരുപാട് ടോപ്പിക്സുകളുണ്ട് ആപ്റ്റിറ്റ്യൂഡ്. PSC പഠിക്കുന്ന ഇഷ്ടം പോലെ ടോപ്പിക്, നിങ്ങൾ ഏതെങ്കിലും ഇത് റെഫർ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അറിയുന്നുണ്ട്, ഇഷ്ടം പോലെ വെറൈറ്റീസ് ഓഫ് ടോപ്പിക്സ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ലോജിക്കൽ എബിലിറ്റി ചോദിക്കാറുണ്ട്. ആ എല്ലാ ടോപ്പിക്കും നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, കവർ ചെയ്യുന്നുണ്ട്. അതിന്റെ ബേസ് ചെയ്ത ടെസ്റ്റുകൾ നമ്മൾ എന്ത് ചെയ്യുന്നു, നടത്തുന്നുണ്ട്. ഇനി ഇംഗ്ലീഷ് ആയിക്കോട്ടെ, ഇംഗ്ലീഷ് പോലും നമുക്ക് 15 മാർക്കേ ഉള്ളൂ. അതിന് നമ്മൾ ഹവേഴ്സ് ഓഫ് ക്ലാസ് ആണ് ഇംഗ്ലീഷിന് എടുക്കുന്നത്. വേറെ ഒന്നുമല്ല, നമുക്ക് ആ 15 മാർക്ക് ഇമ്പോർട്ടന്റ് ആണ്. എന്തുകൊണ്ടാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇംഗ്ലീഷിന്റെ ഒരു മാർക്ക് മാറുമ്പോൾ നിങ്ങളുടെ റാങ്ക് എത്രത്തോളം മാറും എന്നുള്ളത് നിങ്ങൾ നോക്കുക.
ഈ ജനറൽ നോളജ് ആയിക്കോട്ടെ, നമ്മൾ ലാസ്റ്റ് ടൈമിൽ ഒരു 2, 3, 4, 5 ക്ലാസ് ജനറൽ നോളജിന് വയ്ക്കാറുണ്ട്. 2 തൊട്ട് 5 വരെ ഡിപ്പെൻസ് അപ്പോൺ ആ ഇയറിലെ കറണ്ട് അഫയേഴ്സ് അനുസരിച്ച് അതെല്ലാം എന്ത് ചെയ്യുന്നു, നമ്മളൊരു എല്ലാം ഒന്ന് നോക്കിപ്പോകും. നമുക്ക് ആ ഒരു ടൈമിൽ ചിലപ്പോൾ നമ്മൾ നോക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, 5 മാർക്കും ചിലപ്പോൾ കിട്ടും. കഴിഞ്ഞതിന്റെ മുമ്പത്തെ വർഷം നമുക്ക് ഓൾമോസ്റ്റ് നമ്മൾ പറഞ്ഞ എല്ലാ കറണ്ട് അഫയേഴ്സും ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് കറണ്ട് അഫയേഴ്സ് ഒക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലക്ക് ഉണ്ടെങ്കിൽ കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഞാൻ ആൾറെഡി പറഞ്ഞു, മാർക്കിംഗ് സ്കീം നമുക്ക് കറക്റ്റ് മാർക്കിന് 1 മാർക്ക് നെഗറ്റീവ് ഇല്ല. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും ക്വസ്റ്റ്യൻ റോങ് ആയിട്ട് മാർക്ക് ചെയ്താലും നിങ്ങൾക്ക് ഗസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ റോങ് ആയിട്ട് മാർക്ക് ചെയ്താലും നിങ്ങൾക്ക് എന്ത് വരില്ല, നെഗറ്റീവ് വരില്ല. ഈ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ മാർക്കുകൾ വെച്ച് പറഞ്ഞുതരാം. ഇനി നിങ്ങൾ ഇപ്പൊ എന്തായാലും ഒരു എൻട്രൻസ് എഴുതുകയാണ് അല്ലെങ്കിൽ പഠിക്കുകയാണ് വൃത്തിയായിട്ട്, ഇപ്പോഴേ നിങ്ങൾ ഈ ഓറിയന്റേഷനൊക്കെ കയറി നിങ്ങൾ എക്സാം കഴിഞ്ഞിട്ട് പഠിക്കാൻ വേണ്ടി ഇരിക്കുന്ന ആൾക്കാരായിരിക്കും, അതിന് മുമ്പ് പഠിക്കാനുള്ള ആൾക്കാരാണ്. അപ്പൊ നിങ്ങൾ എന്ത് എയിം ചെയ്യണമെന്നുള്ളതാണ് അടുത്ത ചോദ്യം. നിങ്ങൾ എപ്പോഴും എയിം ചെയ്യുന്നത്, നിങ്ങൾ LBS എൻട്രൻസ് എഴുതണമെങ്കിൽ ഗവൺമെന്റ് അല്ലെങ്കിൽ എയ്ഡഡ് കോളേജ് തന്നെ എയിം ചെയ്യണം. കുറെ റീസൺസ് ഉണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ റീസൺ ഞാൻ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ പ്ലേസ്മെന്റ് ആണ്. ബാക്കിയെല്ലാം നിങ്ങൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലേസ്മെന്റ്സ് ഭയങ്കര ഹൈ ആയിരിക്കും. ഏറ്റവും കൂടുതൽ എല്ലാ കമ്പനികളും ഫസ്റ്റ് പോകുന്ന ഒരു ഗവൺമെന്റ് അല്ലെങ്കിൽ എയ്ഡഡ് കോളേജിലെ പോകുള്ളൂ. പിന്നെ അവർ എന്ത് ചെയ്യുള്ളൂ, ബാക്കി കോളേജുകളൊക്കെ പ്രിഫർ ചെയ്യുള്ളൂ. കാരണം ഏറ്റവും മാർക്കുള്ളതും പഠിക്കുന്നതിൽ അക്കാഡമിക്കലി എക്സലന്റ് സ്റ്റുഡൻസ് എപ്പോഴും എവിടെയായിരിക്കും പോകുന്നത്, ഗവൺമെന്റ് എയ്ഡഡ് കോളേജുകളിലായിരിക്കും. അപ്പൊ എല്ലാ കോളേജുകളിലും ഫോർ എക്സാമ്പിൾ CET, TKM ഒക്കെ ബിടെക്കുകാരൊക്കെ കീമൊക്കെ എഴുതി 2 വർഷമൊക്കെ കഷ്ടപ്പെട്ടിട്ടാണ് ഒരു CET-യിലും ബാട്ടണിലും MC ഇല്ല, ബാട്ടണിലും CET-യിൽ TKM-ൽ അല്ല RIT-യിലൊക്കെ കയറാൻ ബിടെക്കുകാർ ഒരുപാട് വർഷം അല്ലെങ്കിൽ 1 വർഷം എന്തായാലും അവർ അല്ലെങ്കിൽ ഒരു 6-8 മാസം അവർ പ്രിപ്പയർ ചെയ്തിട്ടായിരിക്കും, കുറഞ്ഞത് പ്രിപ്പയർ ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, CET അല്ലെങ്കിൽ TKM-ലേക്ക് കയറുന്നത്. നിങ്ങൾക്ക് LBS എൻട്രൻസ് എന്ന് പറയുന്ന വഴിയിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഈ എഞ്ചിനീയറിംഗ് കോളേജുകളിലൊക്കെ കയറാം. അപ്പൊ അവിടുത്തെ അക്കാഡമിക് എക്സ്പോഷറും അതുകൂടെ തന്നെ നിങ്ങൾക്ക് അവിടുത്തെ പ്രോഗ്രാംസും അതേകൂടെ തന്നെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് ഞാൻ പറയുന്നത് പ്ലേസ്മെന്റ്. രണ്ടാമതൊരു കാര്യം കൂടെ ഉണ്ട്, ഫീസ് സ്ട്രക്ചർ. നിങ്ങൾ ഒരു ഗവൺമെന്റ് എയ്ഡഡ് കോളേജിൽ കൊടുക്കേണ്ട ഫീസ് ഓരോ സെമ്മിന്റെയാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. നിങ്ങൾ അതൊന്നും നോക്കിയില്ലെങ്കിൽ ലാസ്റ്റ് നിങ്ങൾ 4 സെം കഴിയുമ്പോൾ ഒരു ഗവൺമെന്റ് കോളേജിൽ നിങ്ങൾ മാക്സിമം കൊടുക്കേണ്ട ഒരു 35,000 ആണെങ്കിൽ അതൊരു പ്രൈവറ്റ് കോളേജിലാവുമ്പോൾ അത് എത്രയാവുമെന്ന് കണ്ടായിരുന്നു, 3 ഇരട്ടി, ഓൾമോസ്റ്റ് 3 ഇരട്ടിയോളം എമൗണ്ട് ആവും. ഇതല്ലാതെയും വേറെയും കുറെ എക്സ്പെൻസുകൾ നിങ്ങൾക്ക് വരും. ഇത് മാത്രമല്ല നിങ്ങൾക്ക് അഡ്വാൻറ്റേജ് ഞാൻ പറഞ്ഞു, ആ ഒരു പ്ലേസ്മെന്റ് ലെവൽ നല്ല കമ്പനീസ് എപ്പോഴും എവിടെയായിരിക്കും വരുന്നത്, ഗവൺമെന്റ് എയ്ഡഡ് കോളേജുകളിലായിരിക്കും. ഇനി നിങ്ങളുടെ ഓരോ ഇയർലി റാങ്ക് ലിസ്റ്റുകൾ ഞാൻ എടുത്തിട്ടുണ്ട്. 2021 തൊട്ട് 2025 വരെയുള്ള റാങ്ക് ലിസ്റ്റുകളും അവിടെയൊക്കെ ഉള്ള സ്റ്റേറ്റ് മെറിറ്റ് എന്ന് വെച്ചാൽ ജനറൽ കാറ്റഗറിക്ക് കിട്ടിയ റാങ്ക് ആണ്, മീൻസ് റാങ്ക് അല്ല സോറി, ജനറൽ കാറ്റഗറി ആ കോളേജിൽ ഇപ്പൊ CET എന്ന് പറഞ്ഞ കോളേജിൽ ജനറൽ കാറ്റഗറിയിൽ അഡ്മിഷൻ കിട്ടിയ അവസാന സ്റ്റുഡന്റിന്റെ റാങ്ക് 58,000, TKM-ൽ 196, GEC കോളേജുകൾ ഏതൊക്കെയാണെന്ന് ഞാൻ പറയാൻ ജസ്റ്റ് ഒന്ന്. CET ഗവൺമെന്റ് കോളേജ് CET ഉണ്ട്, പിന്നെ അടുത്ത ഗവൺമെന്റ് കോളേജ് GEC, പിന്നെ RIT, ഇത് തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജാണ്, ഇത് രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. ബാക്കി രണ്ടും TKM-ഉം മാറാത്തേഷ്യസ് കോളേജും എയ്ഡഡ് ആണ്. അപ്പം 1, 2, 3, 4, 5 കോളേജാണ് നിങ്ങൾക്ക് എന്ത് വരുന്നത്, ഗവൺമെന്റ് എയ്ഡഡ് ആയിട്ട് വരുന്നത്. അതിൽ 3 ഗവൺമെന്റും 2 എയ്ഡഡും ആണ്. അതിന്റെ ഓരോ ഇയറിലുള്ള അഡ്മിഷൻ സ്റ്റേറ്റ് മെറിറ്റിന്റെ ലാസ്റ്റ് കട്ട് ഓഫ് ആണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ഇതില് CET-യിൽ ലാസ്റ്റ് അഡ്മിഷൻ കിട്ടിയ ജനറൽകാരന്റെ റാങ്ക് 58,000, TKM-ൽ 196, GEC 92, RIT 260, മാറാത്തേഷ്യസ് 2001. ഈ ഇയറിൽ മനസ്സിലാക്കേണ്ട കാര്യം ഓൾമോസ്റ്റ് 250 റേഞ്ച് വന്നാൽ നിങ്ങൾക്ക് ജനറൽ കാറ്റഗറി ആണെങ്കിൽ അഡ്മിഷൻ ഏതെങ്കിലും ഒരു ഗവൺമെന്റ് കോളേജ് കിട്ടും. അല്ല നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾ പ്രിഫറൻസ് ഉണ്ട്, എനിക്ക് CET തന്നെ പഠിക്കണം എന്നുണ്ടെങ്കിൽ അവിടുത്തെ റാങ്കിന്റെ ലെവൽ കണ്ടായിരുന്നല്ലോ 58. ഈ അടുത്ത വർഷം എടുത്തു കഴിഞ്ഞാൽ അത് പിന്നെയും ഓരോ ഇയറിൽ ഓരോ ഡിഫറൻ്റ് ആണ്. ഇവിടെ കണ്ട 49 ആയിട്ട് കുറഞ്ഞു CET. അപ്പൊ 49ാമത്തെ റാങ്ക് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 50ാമത്തെ റാങ്ക് ആയി പോയാൽ നിങ്ങൾക്ക് എവിടെ കിട്ടില്ല, CET-ൽ അഡ്മിഷൻ കിട്ടില്ല. ഓരോ ഇയറിലും ഇപ്പൊ TKM-ലാണെങ്കിൽ 191, GEC 101, RIT 320, മാറാത്തേഷ്യസ് 317. ഓരോ ഇയറിലും മാറിക്കൊണ്ടിരിക്കും ഓരോ രീതിയിൽ. ഇനി ഈ ഇയറിൽ നമ്മൾ കോച്ചിങ് നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മളെ ടോപ്പ് റാങ്കുകൾ വന്നത്, ഭാഗത്ത് 2 റാങ്ക് ഉണ്ടായിരുന്നു, 2 പേരാണ്, അബി കൃഷ്ണയും മിഷേൽ മുഹമ്മദ്. ഇവർ 2 പേരായിരുന്നു നമുക്ക് ആ ഇയറിൽ റാങ്ക് കിട്ടിയത്. 2024 CET-ൽ 37 ആ റാങ്ക് ഭയങ്കരമായിട്ട് കുറഞ്ഞു. എന്ന് വെച്ചാൽ മീൻസ് 37ാമത്തെ റാങ്ക് ഉള്ള സ്റ്റേറ്റ് മെറിറ്റുകാരനാണ് 38ാമത്തവൻ എന്ത് ചെയ്യില്ല, അഡ്മിഷൻ കിട്ടിയില്ല. സ്റ്റേറ്റ് മെറിറ്റ് അല്ലെങ്കിൽ ജനറൽ കാറ്റഗറിയിലുള്ള 38ാമത്തെ റാങ്ക് ഉള്ള ആൾ CET കൊടുത്തിരുന്നെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യില്ല, കിട്ടില്ല. ഈ TKM-ലാണെങ്കിൽ 258, GEC-ൽ 136, RIT-ൽ 298, മാറാത്തേഷ്യസ് 285. ഈ ഇയറിൽ നമ്മൾ കോച്ചിങ് നടത്തിയിട്ട് ആദ്യത്തെ 10 നമുക്ക് 1, 2, 3, 4, 5, 6 6 പേരുണ്ടായിരുന്നു റാങ്ക് നമുക്ക് ഉണ്ടായിരുന്നു. ഇനി 2025 ആണെങ്കിൽ CET-ൽ 47, ഈ ലാസ്റ്റ് ഇയർ TKM-ൽ 197, GEC 129,
249, 243. നിങ്ങൾ ഏതെങ്കിലും ഒരു ഗവൺമെന്റ് കോളേജാണ് എക്സ്പെക്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ആൾമോസ്റ്റ് 250 റാങ്ക് കിട്ടിയാൽ നിങ്ങൾക്ക് ഒരു ഗവൺമെന്റ് എയ്ഡഡ് കോളേജ് കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റൂല, എന്നാലും നമുക്ക് പറയാം 250 റേഞ്ച് കിട്ടിയാൽ നമുക്ക് കിട്ടും. അല്ല നിങ്ങൾ സ്പെസിഫിക് CT കയറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ 40 താഴെ റാങ്ക് മേടിക്കുന്നതാണ് എപ്പോഴും എന്ത് സേഫ്. ഈ ഇയറിൽ നമുക്ക് ടോപ്പ് റാങ്കുകൾ ഉണ്ടായിരുന്നു, ഫസ്റ്റ് റാങ്ക് ഉണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് നമുക്കൊരു ഫസ്റ്റ് റാങ്ക് ഈ 3 വർഷത്തിൽ ആദ്യമായിട്ടാണ്, കഴിഞ്ഞ വർഷമാണ് നമുക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടിയത്. ഫസ്റ്റ് റാങ്ക് ഉണ്ടായിരുന്നു, തേർഡ് റാങ്ക് ഉണ്ടായിരുന്നു, 6th ഉണ്ടായിരുന്നു, 7th ഉണ്ടായിരുന്നു. ആദ്യത്തെ 10th ആദ്യത്തെ 10 റാങ്കുകളിൽ നമുക്ക് 4 റാങ്ക്സ് ഉണ്ടായിരുന്നു. ഇനി ഞാൻ ജസ്റ്റ് CT ഓരോ കോളേജുകളിലെ കോമ്പറ്റീഷൻ ലെവൽ കാണിച്ചിരിക്കുകയാണ്. ഇതിൽ കണ്ട ആദ്യം പഠിച്ച റാങ്കുള്ള എല്ലാവരും എവിടെയാണ് പ്രിഫർ ചെയ്തിരിക്കുന്നത്? CT-ലാണ്. ആദ്യത്തെ റാങ്കുകളെല്ലാം ഉണ്ട് 1, 3, 6, 7, 11 ഇങ്ങനെ എല്ലാ 34 റാങ്കുകളെല്ലാം കണ്ടിന്യൂസ് റാങ്കുകൾ ഇവിടെ CT-ലുണ്ട്. അതേപോലെ തന്നെ ഉണ്ട് 2024 കണ്ട ആദ്യത്തെ 1, 2, 3, 4, 5, 6, 8, 9, 10 എല്ലാവരും എവിടെയാണ്? CT-ആണ് പ്രിഫർ ചെയ്തിരിക്കുന്നത്. ഈ ഒരു കഴിഞ്ഞ വർഷം കണ്ട ഓൾമോസ്റ്റ് എല്ലാവരും മെജോറിറ്റിയും എവിടെയാണ്? CT-ലാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ജോയിൻ ചെയ്തിരിക്കുന്നത്. ആ ഒരു റാങ്ക് കോമ്പറ്റീഷൻ ആണ് കാണിച്ചിരിക്കുന്നത്. വെച്ചാൽ നിങ്ങൾ ഒരു റാങ്ക് ബാക്കിലോട്ട് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു കോളേജിൽ അഡ്മിഷൻ കിട്ടില്ല, പാടാണ്. ഇനി ഞാൻ ആൾറെഡി പറഞ്ഞു ഇത്രയും കോളേജുകളാണ് വരുന്നത്. ഗവൺമെന്റ് കോളേജുകൾ CT, എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂർ, RIT കോട്ടയം, TKM എഞ്ചിനീയറിംഗ് കോളേജ് കൊല്ലം, മാറാത്തീഷ്യനസ്, MH. ഇതിൽ TKM മാത്രം ഓട്ടോണോമസ് ആണ്, അതും ജസ്റ്റ് നോക്കിയിരുന്നാൽ മതി. ബാക്കി വേറെ ഇത് 2-3 ഗവൺമെന്റും ഇത് 2 എയ്ഡഡുമാണ്. ഈ നമ്മുടെ കോച്ചിങ്ങിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ആൾറെഡി പറഞ്ഞു, നമ്മൾ കോച്ചിങ് ഈ ബാച്ച് തുടങ്ങിയിരിക്കുന്നു ഈ ഒരു നവംബർ നെക്സ്റ്റ് വീക്ക് തൊട്ട് നമ്മൾ ഓൾമോസ്റ്റ് ക്ലാസ് സ്റ്റാർട്ട് ആവും. നെക്സ്റ്റ് സാറ്റർഡേ തൊട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് ആൾറെഡി ഞാൻ പറഞ്ഞു, നമുക്ക് കോളേജ് ഗോയിങ് സ്റ്റുഡൻസും ഉണ്ട്, അല്ലാതെ ഇപ്പോൾ നിങ്ങൾ പാസ് ഔട്ട് ആയിട്ടിരിക്കുന്ന സ്റ്റുഡൻസും ഉണ്ട്. രണ്ടുപേർക്കും പറ്റുന്ന രീതിയിലാണ് നമ്മൾ ക്ലാസ്സുകൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. സാറ്റർഡേ സൺഡേ ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നത്? ക്ലാസ്സുകൾ വരുന്നത്. ഡെയിലി മിനിമം ഒരു ക്ലാസ് എങ്കിലും കാണും. സാറ്റർഡേ ഒരു ക്ലാസ് കാണും, സൺഡേ ഒരു ക്ലാസ് കാണും. അത് ഡിപ്പെൻസ് ഫാക്കൽറ്റി ടൈം അനുസരിച്ചായിരിക്കും എന്ത് ചെയ്യുന്ന ടൈമുകൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് മോക്ക് എൻട്രൻസസ് നമ്മൾ കഴിഞ്ഞ വർഷം തന്നെ എനിക്ക് തോന്നുന്നു 3 മോക്ക് ടെസ്റ്റ് ആണ് നടത്തിയത്. മോക്ക് എൻട്രൻസസ് ആണ് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ എൻട്രൻസിന്റെ ഏറ്റവും പോയിന്റ് ഓഫ് വ്യൂയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ ടെസ്റ്റുകൾ. അപ്പൊ ഈ ടെസ്റ്റ് എഴുതുന്നതനുസരിച്ചായിരിക്കും നമുക്ക് എവിടെയാണ് നമ്മൾ നിൽക്കുന്നതെന്ന് ഒരു ഐഡിയ നമുക്ക് കിട്ടുന്നത്. ഈ ക്ലാസ്സുകൾ ലൈവ് ആൻഡ് റെക്കോർഡർ ആയിരിക്കും. നമ്മളിപ്പോൾ ആൾറെഡി ഈ ഒരു ഓറിയന്റേഷൻ റെക്കോർഡ് ചെയ്യുന്ന പോലെ നമുക്ക് എല്ലാ ക്ലാസ്സുകളും റെക്കോർഡർ ആയിരിക്കും. അത് നമുക്ക് സ്പെഷ്യലൈസ്ഡ് ആയിട്ട് നമ്മൾ സ്വന്തം ഒരു ആപ്പ് ഉണ്ട്, എഡിഫ്ലൈ എന്ന് പറഞ്ഞ്. ആപ്പിൽ നിങ്ങൾക്ക് ഈ ലൈവിന്റെ റെക്കോർഡഡ് സെഷൻസും ടോപ്പിക് വൈസ് ടെസ്റ്റും ഈ നിങ്ങൾക്ക് മോക്ക് എൻട്രൻസ് ടെസ്റ്റും എല്ലാം നമ്മൾ ഈ ആപ്പ് വഴിയായിരിക്കും എന്ത് ചെയ്തിരിക്കുന്നത്? പ്രൊവൈഡ് ചെയ്യുന്നത്. ക്ലാസ്സുകളെല്ലാം എവിടെ ആയിരിക്കും? ഗൂഗിൾ മീറ്റ് വഴിയായിരിക്കും ക്ലാസ്സുകൾ ഷെഡ്യൂൾ ചെയ്യുന്നത്. അതിന്റെ റെക്കോർഡഡ് സെഷൻസ് നിങ്ങൾ എന്തെങ്കിലും ക്ലാസ് മിസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ റെക്കോർഡ് സെഷൻസ് എപ്പോഴും എന്തായിരിക്കും? എഡിഫ്ലൈ ആപ്പിലായിരിക്കും. എപ്പോഴും ഞാൻ ലൈവേ പ്രിഫർ ചെയ്യുള്ളൂ, കാരണം നിങ്ങൾക്ക് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇത് നിങ്ങൾക്ക് ഒരു ഈ എൻട്രൻസിനെ കുറിച്ച് ഐഡിയ ഉള്ള ഒരാളായിരിക്കും. നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്? കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ, ഡൗട്ട് ക്ലിയർ ചെയ്യാൻ നിങ്ങളുടെ ഗ്രൂപ്പിൽ അവൈലബിൾ ആയിരിക്കും. പിന്നെ നമുക്ക് ഈ ലാസ്റ്റ് ഈ എൻട്രൻസ് 2 ഇയറും ഇതിനു മുമ്പ് 3 ഇയർ ആയിരുന്നു MC. ആ സമയത്തുള്ള ക്വസ്റ്റ്യൻ പേപ്പർ തൊട്ട് നമുക്ക് ഈ ലാസ്റ്റ് ഇയർ വരെയുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും നമുക്ക് അവൈലബിൾ ആണ്. നമ്മുടെ എല്ലാ ക്ലാസ് ഓരോ ടോപ്പിക് പഠിപ്പിക്കുന്നതിൽ കൂടെ ആ ടോപ്പിക്കിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കൂടെ എന്തെങ്കിലും ക്ലാസ്സിൽ തന്നെ ഡിസ്കസ് ചെയ്യും. എന്നിട്ട് ലാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ എന്തെങ്കിലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മാത്രമായിട്ട് ഡിസ്കസ് ചെയ്യും. നിങ്ങൾക്ക് ഒരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ അതിന്റെ കൂടെ എന്ത് ചെയ്യാം? അതിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കൂടെ എന്ത് ചെയ്യാം? പഠിച്ച് പോകും. അപ്പൊ തന്നെ നിങ്ങൾ എന്ത് ചെയ്യും? ഏകദേശം ഒരു പ്രിപ്പയർ ആയി കിട്ടും. ഇനി നമ്മുടെ ആപ്പ് വരുമ്പോൾ എങ്ങനെയാണ് ഞാൻ പറഞ്ഞില്ലേ, ടെസ്റ്റ് പോലെ നമുക്ക് ടെസ്റ്റുകൾ ഇങ്ങനെയാണ് വരുന്നത്. ഇനി നമുക്ക് മാർക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ വരും? എന്തൊക്കെ തെറ്റ് പറ്റി, എവിടെയൊക്കെയാണ് മിസ്റ്റേക്കുകൾ പറ്റിയത്? ടൈം ബൗണ്ടഡ് എക്സാംസ് ആയിരിക്കും. നമുക്ക് ഈ എൻട്രൻസിന് എല്ലാവർക്കും വരുന്ന ഒരു ഇഷ്യൂ ആണ്. ടൈം ഒരു പ്രശ്നമാണ്. കാരണം നമുക്ക് വലിയ ശീലമൊന്നുമില്ല. എൻട്രൻസ് ശീലം ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾ ഡിഗ്രി എക്സാംസ് ആയിരിക്കും എഴുതിയിട്ടുള്ളത്. അപ്പൊ ടൈം വലിയ പ്രശ്നമില്ല. 3 മണിക്കൂർ സമയമുണ്ട്. കുറെ സമയം വെറുതെ കളയും. ഇവിടെ അങ്ങനെ നമുക്ക് കളയാൻ സമയമില്ല. അപ്പൊ നമുക്കൊരു ടൈമർ വെച്ചായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? എല്ലാ എക്സാംസും നടത്തുന്നത്. റിയൽ എക്സാംസ് ആണെങ്കിൽ 120 മിനിറ്റ് തന്നെ തരും. അല്ല ടോപ്പിക് ടെസ്റ്റ് ആണെങ്കിൽ ഓരോ ക്വസ്റ്റിന് 1 മിനിറ്റ് വെച്ച് 10 മിനിറ്റുള്ള ടെസ്റ്റുകളായിരിക്കും. 10 ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പൊ ആ ടൈമിന് ഇമ്പോർട്ടൻസ്. അപ്പൊ ടൈം കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ എനിക്ക് ചെയ്യാൻ ഇത്ര ടൈം കൂടുതൽ വേണ്ടി വന്നു. അപ്പൊ അവിടെ നിങ്ങൾക്ക് അത് ക്ലിയർ ചെയ്യാം. അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു? ഒരു പേഴ്സണലൈസ്ഡ് അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ വഴി ഇത് ചെയ്യുമ്പോൾ കിട്ടുന്നു. ഇങ്ങനെയാണ് നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഇങ്ങനെ ലോജിക്കൽ റീസണിങ്ങിന്റെ ക്ലാസ്സുകൾ ഇട്ടിരുന്നതിന്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ടേ ഉള്ളൂ. ഇതാണ് നമ്മുടെ കോച്ചിങ്ങിന്റെ ഡീറ്റെയിൽസ്. നമുക്ക് ഫീസ് വരുന്നത് 4799 ആണ്. ഫുൾ ഓൾമോസ്റ്റ് 7 മന്ത്സിന്റെ ക്ലാസ് കാണും. ആ 7 മന്ത്സിൽ ഫുള്ളും ഉള്ള ഫീസാണ് ഈ പറയുന്നത്, ഓരോ മാസത്തേക്കുള്ള അല്ല. ഫുൾ ഫീസാണ് ഈ 4799. അപ്രോക്സിമേറ്റ്ലി മന്ത്ലി ഒരു 750 റേഞ്ച് ആണ് നിങ്ങൾക്ക് വരുന്നത്. 750 രൂപ ഒരു മാസം ഫീസായിട്ട് വരുന്നുള്ളൂ. ഈ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 8/11/2025 എന്ന് വെച്ചാൽ നെക്സ്റ്റ് സാറ്റർഡേ ആണ് എന്ത് ചെയ്യുന്നത്? സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ ക്ലാസ്സുകൾ ഗൂഗിൾ മീറ്റ് വഴിയാണ്. റെക്കോർഡ് ക്ലാസ് എഡിഫ്ലൈ എന്ന് പറയുന്ന ആപ്പ് വഴിയാണ്. ടെസ്റ്റുകൾ ഇവിടെ വഴിയാണ്.
AD ഫ്ലൈ വഴിയാണ്. അപ്പം നിങ്ങൾ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ നിങ്ങൾ എയർലി എന്ത് ചെയ്യുക, ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ടോപ്പ് എഞ്ചിനീയറിംഗ് കോളേജിൽ അല്ലെങ്കിൽ ടോപ്പ് ഗവൺമെന്റ് എയ്ഡഡ് കോളേജിൽ എന്ത് ചെയ്യാൻ പറ്റും, അഡ്മിഷൻ നിങ്ങൾക്ക് എന്തായാലും കിട്ടും. കാരണം നമുക്ക് ഈ 6 മാസം കൊണ്ട് തുടങ്ങുന്ന ബാച്ചിൽ കയറുന്ന എല്ലാവർക്കും മെജോറിറ്റി എന്ത് ചെയ്യുന്നുണ്ട്, കാരണം അവർ ഏർലി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുമ്പോൾ ഒബ്വിയസ്ലി നിങ്ങൾ കുറച്ച് കുറച്ച് പഠിച്ചാൽ മതി. നിങ്ങൾ എത്രത്തോളം വീക്ക് ആണെങ്കിലും വളരെ വീക്ക് ആയിട്ടുള്ള ആൾക്കാർ വരെ എന്ത് ചെയ്തിട്ടുണ്ട്, കയറി പോയിട്ടുണ്ട്. ഇത് നമ്മുടെ റിസൾട്ട്സ് അത് വെച്ചാണ് പറയുന്നത്, വേറെ ഒന്നും കൊണ്ട് വെച്ചല്ല. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം.